ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെച്ചിക്കുട്ടൻ്റെ കുറുക്കുണ്ടാക്കുന്ന ഏത്തയ്ക്ക റാഗി എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത്തയ്ക്കാപ്പൊടിയും റാഗിപ്പൊടിയൊക്കെ സേഫാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഉപയോഗിക്കത്തില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് എന്നുള്ളൊരു ഇതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. ആദ്യമായിട്ട് ഏത്തയ്ക്ക നമ്മൾ പച്ച ഏത്തയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. പച്ച ഏത്തയ്ക്ക വാങ്ങിച്ച് അതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് കഴുകി കുറച്ച് നേരം വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് ഇട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റാഗിയുടെ പാക്കറ്റ് വാങ്ങിച്ച് അത് നല്ലോണം കഴുകണം. നല്ലോണം എന്ന് പറഞ്ഞാൽ 5-6 പ്രാവശ്യമെങ്കിലും അത് കഴുകണം. നല്ലോണം ഞെരടി കഴുകണം. കാരണം ഭയങ്കര അഴുക്കാണ് റാഗിയിലുള്ളത്. അപ്പം നമുക്കത് കഴുകുമ്പോൾ മനസ്സിലാകും. ഈ വീഡിയോയിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിലുള്ള അഴുക്ക്. അപ്പം അത് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉണക്കാൻ ഇടാവൂ. ഒരു തവണയൊന്നും കഴുകിയാൽ പോകത്തില്ല. നല്ലോണം 3-4 തവണയെങ്കിലും കുറഞ്ഞത് കഴുകണം. കഴുകി ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കുറുക്കുണ്ടാക്കി കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പം പൊടിയായിട്ട് വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നേരം വെയിലും കൊള്ളണം, ഇച്ചിരി മെനക്കെടുകയും വേണം. ഇതിന് കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്